സസ്പെൻഷനിലായ രജിസ്ട്രാർ ജോലി പ്രവേശിച്ചതിൽ VC-ക്ക് വിശദീകരണം നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ പിരിച്ചുവിട്ട ശേഷവും സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർന്ന ജോയിന്റ് രജിസ്ട്രാർ VC സിസാ തോമസിനോട് സിസാ തോമസ് ആണ് വിശദീകരണം തേടിയത്. ഇന്നലെ വലിയ നാടകീയമായ സംഭവങ്ങളായിരുന്നു ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായത്. സിൻഡിക്കേറ്റ് യോഗം ഇത് അവസാനിച്ചു എന്ന് പറഞ്ഞ് VC സിസാ തോമസ് മടങ്ങുന്നു. അതിന് പിന്നാലെ മറ്റൊരാൾക്ക് അധ്യക്ഷ പദവി കൊടുക്കുന്നു. അതിനുശേഷം സിസാ തോമസിനെ പുറത്താക്കിയുള്ള തീരുമാനമെടുക്കുന്നു. ജോയിന്റ് രജിസ്ട്രാറെ തിരിച്ചെടുത്തു എന്ന തീരുമാനത്തിലേക്ക് വരുന്നു. അങ്ങനെ പലവിധത്തിൽ കലഹം മൂർച്ഛിച്ചു നിൽക്കുകയാണ്. എന്നാലും വളരെ സജീവമായി നിൽക്കുന്നു. ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം എത്തുകയാണ്. VC തന്റെ നിലപാട് അറിയിക്കാനായി പ്രത്യേക അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെയാണ് ഈ രജിസ്ട്രാറുടെ തിരിച്ചുവരവ്, അതിൽ വിശദീകരണം നൽകണമെന്ന് ജോയിന്റ് രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടപ്പോൾ P. ഹരികുമാർ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ച് തടി തപ്പുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിനിടെ ഈ വിഷയത്തിൽ VC-ക്ക് പിന്തുണ അറിയിച്ച് രാജ്ഭവൻ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെ സംസ്ഥാന സർവകലാശാല, കേരള സർവകലാശാല കടന്നു പോവുകയാണ്. അതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് എന്ന് എല്ലാവർക്കും അറിയാം. രാജ്ഭവൻ ഗവർണർ പോര് എന്നത് RSS CPM പോര് എന്ന നിലയിൽ തന്നെ നമുക്ക് പരസ്യമായി പറയുന്നതിൽ ഒരു തടസ്സവുമില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ നീക്കങ്ങൾ? എങ്ങനെയാണ് ഇന്നത്തെ നാടകം? ഏത് തരത്തിലാണ്? ജതീഷ്, സങ്കീർണമാണ് സർവകലാശാലയിലെ സാഹചര്യം. കാരണം ഇന്നലെ അടിയന്തരമായ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഇന്ന് കോടതിയിൽ അറിയിക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ യോഗത്തിൽ സിൻഡിക്കേറ്റ് അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ വിഷയം കൊണ്ടുവന്നു. അതിൽ പ്രതിഷേധിച്ച് VC സിസാ തോമസ് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയതിനു ശേഷം മറ്റൊരാൾക്ക് ചുമതല നൽകിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തു. സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം ഇന്നലെ വൈകിട്ട് 4:30 അവധി ദിവസം ഞായറാഴ്ച ആയതിൽ പോലും രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. അദ്ദേഹം ഇന്നലെ ഞായറാഴ്ച ഓഫീസിലെത്തി. അതായത് സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം അദ്ദേഹം ജോലിക്കെത്തിയതിന് എന്നുള്ള ഒരു നിയമവശം വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് ആ നിലപാടിലേക്ക് പോയത്. പക്ഷേ ഇന്നലെ VC ഇറങ്ങിപ്പോയതിന് ശേഷം ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ഈ ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാർ യോഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ജോയിന്റ് രജിസ്ട്രാർക്ക് ഈ ചുമതല നൽകിയത് VC മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത ശേഷം പകരം ചുമതല നൽകിയതാണ്. അപ്പോൾ ഈ VC ഇന്നലെ താൽക്കാലിക ചുമതലയുള്ള സിസാ തോമസ് ഇറങ്ങിപ്പോയതിന് ശേഷവും ഇദ്ദേഹം P. ഹരികുമാർ അവിടെ തുടരുകയാണ് ചെയ്തത്. അതിലാണ് സിസാ തോമസ് ഇന്ന് രാവിലെ 9 മണിക്കകം വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇമെയിലായി ഇന്നലെ അദ്ദേഹം അവിടെ തുടർന്നതിൽ മാത്രമല്ല, ഇന്നലെ വൈകിട്ട് സസ്പെൻഷനിലായിരുന്ന രജിസ്ട്രാർ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം തിരിച്ചു വന്ന് ജോലിക്ക് പ്രവേശിച്ചത്. ഈ കാര്യങ്ങളടക്കം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ നോട്ടീസ് നൽകിയത്. ഇന്ന് രാവിലെ 9 മണിക്കുള്ളിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുമില്ല. പകരം സിൻഡിക്കേറ്റിന്റെ കൂടെ അറിവോടെ P. ഹരികുമാർ ചെയ്തത് അദ്ദേഹം 2 ആഴ്ചത്തെ അവധിയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തായാലും സിസാ തോമസോട് നമ്മൾ ഇക്കാര്യങ്ങൾ ആരായുമ്പോൾ നടപടിയെടുക്കുന്ന കാര്യം ആലോചിച്ച്, അതായത് P. ഹരികുമാർ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യം VC ആലോചിക്കുകയാണ്. തീർച്ചയായും ചാൻസലറുടെ കൂടി അഭിപ്രായമെല്ലാം മാനിച്ചായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. അതിൽ നടപടി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ വലിയ തർക്കങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാറെ കൂടി സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ്. എന്തായാലും കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ സംഭവവികാസങ്ങൾ ഗവർണറെ അറിയിച്ചിരിക്കുകയാണ് VC. സിസാ തോമസ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്ന വാദം തള്ളിയാണ് VC-യുടെ റിപ്പോർട്ട്. അതേസമയം സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജി പിൻവലിക്കുന്നു എന്ന തീരുമാനം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കാൻ പോകുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നോക്കുമ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഹൈക്കോടതിയിൽ ഇപ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരികയാണ് രജിസ്ട്രാർക്ക്. എങ്ങനെയായിരിക്കും കോടതി ഈ സംഭവവാസങ്ങളെ നോക്കിക്കാണാനുള്ള സാധ്യത? നിയമവൃത്തങ്ങൾ ഏത് തരത്തിലാണ്? ഇങ്ങനെ ഒരു സാധാരണ നിലയിൽ ഉണ്ടാകാത്ത തർക്കമാണല്ലോ. ആ തർക്കം കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ കാണുന്നുണ്ട്. കുഴഞ്ഞു മറിഞ്ഞ സങ്കീർണമായ പ്രശ്നത്തിൽ സർവകലാശാല ഈ നാടകത്തിൽ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്? ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത? സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കേസ് ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തുന്നതിന് തന്നെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് എതിരെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പിലെത്തുന്നത്. സസ്പെൻഷൻ റദ്ദാക്കി കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരികെ ചുമതലയിൽ എത്തിയ സാഹചര്യത്തിൽ ഈ ഹർജി പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലെത്തുക. സ്വാഭാവികമായും ഈ ഹർജി പരിഗണിക്കവേ മറ്റ് സമകാലീന സംഭവ വികാസങ്ങളും കോടതിക്ക് മുന്നിലെത്തും. ഇത് കൂടാതെ തന്നെ വൈസ് ചാൻസലർ പ്രത്യേകമായി ഒരു അഭിഭാഷകനെയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ തനിക്ക് വേണ്ടി വിശദീകരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ സർവകലാശാലയുടെ കോൺസലാവും ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക. എന്നാൽ വ്യക്തിഗതമായി അഭിഭാഷകനെ ഡോക്ടർ സിസാ തോമസ് നിയോഗിച്ചിട്ടുമുണ്ട്. നിലവിലെ സംഭവ വികാസങ്ങൾ അദ്ദേഹം കോടതിയെ അറിയിക്കും. അതേസമയം ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ ഡോക്ടർ സിസാ തോമസ് ഇതിനോടകം തന്നെ ഔദ്യോഗികമായി ഗവർണറെ അറിയിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് തന്നെ അവർ ഇക്കാര്യങ്ങൾ ഗവർണറെ അറിയിച്ചു. അതേസമയം
സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണോ, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായേക്കാം. ഏതാണ്ട് 11 മണിയോടുകൂടി രജിസ്ട്രാറുടെ ഹർജി, അതായത് തൻ്റെ സസ്പെൻഷന് എതിരെ സമർപ്പിച്ച ഹർജി പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിച്ച് സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. ഇതിൽ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രജിസ്ട്രാർക്കെതിരായ ആ നടപടിയിലെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് ഇനി വിശദമായി ഹൈക്കോടതിയിലും കാര്യങ്ങൾ പോകാൻ പോകുന്നു. അതേസമയം രാജ്ഭവൻ പരിപൂർണമായി സിസ തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വി സിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് സ്ക്രീനിൽ കാണുന്ന പ്രശാന്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതും. പ്രശാന്ത്, ഈ വി സി രാജ്ഭവന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അത് പരിപൂർണമായി രാജ്ഭവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണല്ലോ. ഇനി എങ്ങനെയായിരിക്കും കേസിന്റെ കാര്യത്തിൽ ചാൻസലറുടെ നിലപാട് ഏത് തരത്തിലായിരിക്കും? ഈ കേസിൽ ഇനി ചാൻസലർ കൂടി അതിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, 11 മണിക്ക് ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിലൊരു വ്യക്തത വരൂ. കാരണം ഇവിടെ ആവലാധികാരൻ രജിസ്ട്രാർ KS അനിൽകുമാറാണ്. അനിൽകുമാർ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് ഹൈക്കോടതി പോയത്. അതിൽ ഇന്നിപ്പോൾ ആ ബെഞ്ച് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ സിൻഡിക്കേറ്റ് കൂടി ആ ആവലാധികാരൻ്റെ പരാതി പരിഹരിച്ചിരിക്കുന്നു. അപ്പോൾ പരാതിക്കാരൻ കോടതിയിൽ പിന്നെ പറയാൻ പോകുന്നത് തനിക്ക് പരാതി ഇല്ലെന്നാണ്. അത് കോടതി എങ്ങനെ മുഖവിലേക്ക് എടുക്കും? കാരണം ഇതിനപ്പുറത്തേക്ക് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം തെറ്റാണ്, അതിന് നിയമപരമായും ശരിയല്ല തുടങ്ങിയ വാദങ്ങൾ ഇന്ന് വി സിയുടെ അഭിഭാഷകൻ ഉന്നയിക്കും. അത് തീർച്ചയായും രാജ്ഭവന്റെ കൂടി അറിവോടെ ചാൻസലറുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് ആ നിലപാട് സിസ തോമസ് വ്യക്തമാക്കുന്നത്. കാരണം സിസ തോമസ് സ്വീകരിച്ച നിലപാടാണ് ശരി. അത് അവർ ഇന്നലെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതും ആ യോഗത്തിൽ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടും ശരിയാണ് എന്ന അഭിപ്രായമാണ് രാജ്ഭവനും പങ്കുവയ്ക്കുന്നത്. ഗവർണറുടെ മുന്നിലേക്ക് റിപ്പോർട്ടായി എത്തിയിരിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാജ്ഭവന് അല്ലെങ്കിൽ സിസ തോമസിനൊപ്പമാണ് ചാൻസലറുടെ നിലപാട്. ഇന്ന് കോടതി ഈ വിഷയത്തിൽ ഈ പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യാതെ തുടർന്ന് മറ്റു വശങ്ങൾ കേൾക്കാനാണ് പോകുന്നതെങ്കിൽ അത് സിൻഡിക്കേറ്റിനും രജിസ്ട്രാർക്കും കനത്ത തിരിച്ചടിയായിരിക്കും. അതേസമയം തന്നെ സ്റ്റാറ്റ്യൂട്ടും സർവകലാശാല നിയമവും അനുസരിച്ചാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് രണ്ട് ഭാഗവും വാദിക്കുമ്പോഴും സർവകലാശാലകളുടെ ഒരു പ്രത്യേകത രതീഷ്, ഇത് എങ്ങനെ പോയാലും ഭരണകക്ഷിക്ക് കൃത്യമായിട്ട് ചരട് വലിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇതിന്റെ ചട്ടക്കൂട് തന്നെ ഉള്ളത്. ഒപ്പം തന്നെ ഈ തർക്കങ്ങളൊക്കെ കാരണം സർവകലാശാലകൾക്ക് അവരുടെ അക്കാഡമിക് കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ പോലും കഴിയുമെന്നാണ്. കാരണം ഇവിടെ പുരിഞ്ഞ രാഷ്ട്രീയം അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളെ തുടർന്നുള്ള തമ്മിത്തലുകളാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്.